നിൽക്ക്, ഞാൻ മാല കെട്ടിത്തരാം. വേഗമാട്ടെ വരേ, ദേവിക്ക് മാല ചേർക്കാൻ നേരായി. അത്ര തിടുക്കമാണെങ്കിൽ ദേവി തന്നെ മാല വീരം കെട്ടിക്കട്ടെ. എനിക്ക് കൈ രണ്ടേ ഉള്ളൂ. ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. മാല കെട്ടിത്തിന് മുമ്പ് വേണം വെച്ചാൽ പറ്റുമോ? അത് അത്തിക്കോളും. തിരുമേനി മാല. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു, ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നല്ലോ. എനിക്ക് കൈ രണ്ടേ ഉള്ളൂ. മാല കെട്ടിച്ചുണ്ടെങ്കിൽ കുറെ പാടുണ്ട്. കർപ്പൂരം കൊടുക്കുന്നത് പോലെ. ആരെന്തിനാ നമ്മോട് പറഞ്ഞേ? ദീപാരാധനയ്ക്ക് മുമ്പ് ദേവിയെ അനുകരിക്കണ്ടേ? മാല കെട്ടാണ്ട് പറ്റുമോ? ഞാൻ മാല കെട്ടാൻ തുടങ്ങി ഇന്നൊന്നിലല്ല. തിരുമേനി മാല കെടുത്തേക്കും. എനിക്ക് പോകാൻ തിരക്കുണ്ട്. ഇതിന് നീളം പോരുന്നു വരേ, ദേവിക്ക് ചാർത്താൻ തികയില്ലെന്ന് തോന്നുന്നു. ആ തോന്നലൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചോളൂ. മാല അങ്ങോട്ട് ചാർത്തി. പറ്റില്ല വരേ, ദേവിയുടെ കണ്ടത്തിൽ അണിയാൻ തികയില്ല. ആ തികയുന്നിടത്തോളം ചാർത്തിയാ മതി. എന്താ പറയണേ? ഇതിൽ കൂടുതൽ നീളത്തിൽ മാല കെട്ടാൻ എന്റെ കയ്യിൽ നീളമില്ലെന്ന് മനസ്സിലായോ? ഇങ്ങനെയൊന്നും ദേവിയുടെ നടക്കി നേരെ എന്ന് പറയരുത് കേട്ടോ. ഞാൻ കാര്യമാ പറഞ്ഞത്. എന്നും നീളം പോരാന്ന് പറയാൻ ഞാനും ചെയ്യും. വേണ്ടത്ര നീളത്തിൽ മാല കിട്ടണം. ദേവിയുടെ കാര്യമല്ലോ, അതിലുപേക്ഷ കാട്ടിയാൽ അതിന്റെ കുറ്റം ഞാൻ ഏറ്റു. നീളം ലേശം ഒന്ന് കുറഞ്ഞാൽ എന്താ കുഴപ്പമുണ്ട് കാണാമല്ലോ. ആ മാല അങ്ങോട്ട് ചാർത്തിയാൽ മതി. അങ്ങനെയല്ല വരേ, അല്പം കൂടി നീളം കൂടിയാ. എനിക്ക് വയ്യ. ഇനി മാല ഞാൻ കെട്ടുമെന്ന് കരുതണ്ട. അഹങ്കാരം കൂടെ കൂടിപ്പോയി. ദേവിയുടെ മുമ്പിൽ നിന്നല്ലേ ധിക്കാരം പറഞ്ഞത്? അനുഭവിക്കാതിരിക്കുന്നു. അമ്മേ ഭഗവതി, എന്നോട് പൊറുക്കണമേ. എല്ലാത്തിനും നീ സാക്ഷിയാണ്. ആ തിരുമേനിയുടെ ഒരു അഹങ്കാരം. കുട്ടികൃഷ്ണ, ഇന്ന എന്നോട് പിണങ്ങിയോ? നിന്നെ തീറ്റിക്കാൻ വേണ്ടി ഞാൻ നോക്കട്ടെ. അടിയന്റെ അഹങ്കാരത്തിന് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ അപരാധപ്പുറത്ത് അടിയനെ രക്ഷിക്കരുത്. മാല കെട്ടാൻ കൈക്ക് നീളം കുറവാണെന്ന് പറഞ്ഞ വാരുടെ കൈ മുറിച്ചു. മുറിക്കയിലായി അയാൾക്ക് ജീവിക്കേണ്ടി വന്നു. ഇതുപോലെ 100 അത്ഭുത സംഭവങ്ങൾ ഇന്നും ഈ അമ്പലത്തിനുള്ളിൽ നടക്കുന്നു. ഇവിടെ വന്ന് നിറഞ്ഞ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി യാതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറിക്കിട്ടാൻ തികഞ്ഞ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കൂ. ആർക്കറിയാം, വളരെ വേഗം ദേവി നിങ്ങളുടെ മനോദുഃഖം മാറ്റിത്തരില്ലെന്ന്. ആ വിശ്വാസം കൊണ്ടാണ് സ്വാമി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ദേവി രക്ഷിക്കും. നേരം ഒരുപാട് ഇരട്ടി. ഇനി പോയി കിടന്നുറങ്ങും. ഞാനും പോകട്ടെ. നമസ്കാരം. സ്വാമിയെ കണ്ടത് വലിയ അനുഗ്രഹം. എല്ലാം അമ്മയുടെ അനുഗ്രഹം എന്ന് കരുതാൻ മതി. അമ്മേ നാരായണ, അമ്മേ നാരായണ, അമ്മേ. നീ എന്ത് പറഞ്ഞാലും ശരി, അങ്ങോട്ടൊന്ന് പോകാതിരിക്കുന്ന ഒട്ടും ശരിയല്ല. അമ്മ എന്തായി പറയുന്നത്? ഞാൻ അവിടെ ചെന്നാൽ അവരെന്നെ ആട്ടി പുറത്താക്കും. അതൊന്നുമില്ല. തൽക്കാലത്തെ ദേഷ്യത്തിന് അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ അവളുടെ ഭർത്താവല്ലാതാകുമോ? അവളുടെ അസുഖം മാറിയൊന്ന് അന്വേഷിക്കാൻ നിനക്ക് അവകാശമില്ലേ? എന്റെ അവകാശമെല്ലാം അവസാനിച്ചമ്മേ. നീ ഇവിടെ ഒന്ന് നോക്ക്. ഇവിടെ വന്നത് പിന്നെ ഇവിടെ കണ്ണു തോർന്നിട്ടുണ്ടോ? ഇതുപോലെ ആ പാവം പിടിച്ച പെണ്ണ് അവിടെ ഇരുന്ന് കണ്ണീര് പൊഴിക്കുകയായിരിക്കും. അത് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? നീ അവിടം വരെ ഒന്ന് പോകണം. ഞാനിത് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ചോറ്റാനിക്കര ദേവിയുടെ കാൽക്കലിരുന്ന് അവൾ കരയുന്നു. ഇതിന്റെ അർത്ഥം എന്താണോ ആവോ? ഇത് കണ്ടത് പിന്നെ എന്റെ മനസ്സിനൊരു സമാധാനവും ഇല്ല.
ഇങ്ങോട്ട് വന്നതെന്തിനാ? അമ്മ പറഞ്ഞ അവധി കഴിയുന്ന നിന്നല്ലേ. ഭജനയുടെ ബലം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഒന്നും ആയില്ലെങ്കിൽ നാളെ തന്നെ ഇവിടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അതിനാ ഞാൻ വന്നത്. അങ്ങനെയൊന്നും പറയല്ലേ മോനെ. എത്രയോ ആളുകളാ ഇവിടെ വന്ന് ഭജനം ഇരിക്കുന്നതെന്ന് കണ്ടോ? ധൃതി പിടിച്ചാ പറ്റുമോ? ദേവി കനിയുന്നത് വരെ കാത്തിരിക്കേണ്ടത് നമ്മുടെ കടമയാ. എന്ന് വെച്ച് അവസാനം വരെ അത് ഭജനം ഇരിക്കാനാണോ ഭാവം? അമ്മേ, ഒരു കാര്യം തീർത്തു പറഞ്ഞേക്കാം. അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിത് സമ്മതിച്ചത്. നമുക്ക് നാളെ തന്നെ വീട്ടിലേക്ക് മടങ്ങണം. എന്നിട്ട് വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി ഇവിടെ നന്നായി ചികിത്സിപ്പിക്കണം. മതി മതി, അതൊക്കെ പിന്നീട് നിശ്ചയിക്കാം. നീ തൊഴാൻ അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഞാൻ പിന്നെ വന്നോളാം. വാ മോളെ. ഞാൻ പറഞ്ഞയക്കും. ഇല്ല, ഈ ശരീരം വിട്ടു പോവില്ല, പോവില്ല. നീ പോകണം, പോയേ പറ്റൂ. ഇല്ല 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 ഇല്ലേ, നിന്നെ ഞാൻ അയക്കും. പോകാമേ, പോയിക്കൊള്ളാമേ, പോകാമേ. അമ്മേ,
ദേവി ദയാമയി അവിടുത്തെ കാരുണ്യത്തിന് കോടി നമസ്കാരം. ചേച്ചി രമണിയോ ഇവിടെ എങ്ങനെ വന്നു? ദേവി കൊണ്ടുവന്നു. ചേട്ടനെ തിരയല്ലേ, വിഷമിക്കണ്ട, അമ്മയും ഒന്നിച്ച് പുറകെ വരുന്നുണ്ട്. എന്റെ മോടെ അസുഖമെല്ലാം ചോറ്റാനിക്കരയമ്മ മാറ്റി അനുഗ്രഹിച്ചു. എന്റെ പ്രാർത്ഥന ഫലിച്ചു. നീ എന്നോട് അയ്യോ അരുതേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം.